എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പവനമുക്താസനം എന്നൊരു ആസനമാണ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ആസനമാണ്. പക്ഷേ അത് സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് പ്രോബ്ലം ഉള്ളവരൊന്നും ചെയ്യരുത്, അവർക്കൊന്നും അത് ചെയ്യരുത്. അതവർക്ക് ദോഷമാണ്. അല്ലാത്തവർക്കൊന്നും ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ഓപ്പറേഷനൊക്കെ ചെയ്യാത്തവർക്കൊക്കെ അത് ചെയ്യാവുന്നതാണ് പറയുന്നത്. അതുകൊണ്ടിട്ട് ഞാനത് ചെയ്തിവിടെ കാണിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വേണം കാലിപ്പറ്റാൻ. ശ്വാസം വിട്ടുകൊണ്ട് കാലിൻ്റെ മുട്ട് മടക്കുകയാണ്. കൈയെടുത്ത് ലോക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് പൊട്ടിക്കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് തല താഴെ വയ്ക്കുക. കൈയുടെ ലോക്ക് അഴിച്ചതിന് ശേഷം കാല് സാവകാശം ഇതൊന്ന് താഴെ വയ്ക്കുക. ഇത് നമുക്ക് 3 പ്രാവശ്യം വരെയും ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം. കാല് മടക്കി കൈകൾ കൊണ്ട് ലോക്ക് ചെയ്യുക. തല പൊക്കിക്കൊണ്ടിരിക്കുക. താഴെ വെച്ചതിന് ശേഷം കൈയുടെ ലോക്ക് അഴിച്ചിട്ട് ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. ശ്വാസം എടുത്തുകൊണ്ട് കാല് മടക്കുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് വേണം. അടുത്ത ശ്വാസം എടുത്തുകൊണ്ട് വേണം. കൈകൊണ്ട് നിന്നിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വേണം തല പൊക്കിക്കൊണ്ട്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴെ വയ്ക്കുക. കൈയുടെ ലോക്ക് എടുത്തതിന് ശേഷം കാലുവാക്കുക. ഇതാണ് പവനമുക്താസനം. ഇത് എല്ലാവർക്കും ഗർഭപാത്രത്തിന് പ്രശ്നമുള്ള സ്ത്രീകളാരും ചെയ്യരുത്. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് യൂറിൻ പ്രോബ്ലമുള്ള ലേഡീസിനൊക്കെ വളരെ നല്ലതാണ്. ലേഡീസിനല്ല പുരുഷന്മാർക്കും നല്ലതാണ്. നമുക്കത് എപ്പോഴും ഇങ്ങനെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നവർക്കൊക്കെ അതിന് നല്ല മാറ്റം ഉണ്ടാവും. ഒരുപാട് ഗുണം ചെയ്യും നമുക്ക്. അപ്പോൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലപോലെ സ്ട്രെച്ച് കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ സുഷമ.